എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് കുമരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ 5ാം ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 14,07,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 2ാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 8,45,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. 3ാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 9,02,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 31,54,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 3 ദിവസം കൊണ്ട് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 19 കോടിയിലേക്ക് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ആ 19 കോടി രൂപയിൽ 7 കോടി രൂപയും ചിത്രത്തിന്റെ കർണാടകം ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ടുകളാണ്. 4ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 25 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇനി എല്ലാ പ്രേക്ഷകരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന്റെ ഓവർസീസ് സംബന്ധമായ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമ ഓവർസീസിൽ നിന്ന് മാത്രം ആദ്യം 3 ദിവസം കൊണ്ട് 85 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഫാർ ഫിലിംസ് ആണ് വിദേശ രാജ്യങ്ങളിൽ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ട് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 30 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയത്. ചിത്രം വിദേശ രാജ്യങ്ങളിൽ 60 കോടി രൂപ നേടിയെങ്കിൽ മാത്രമേ ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രം വിജയിക്കുകയുള്ളൂ. എന്നാൽ ആദ്യം 3 ദിവസം കൊണ്ട് തന്നെ ചിത്രം ഓവർസീസിൽ നിന്ന് മാത്രം 85 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ എമ്പുരാൻ എന്ന സിനിമയുടെ വിദേശ രാജ്യങ്ങളിലെ ഓവർസീസിലെ ഷെയർ കളക്ഷൻ മാത്രം 38 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 4ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ 100 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ഇനി ചിത്രത്തിന്റെ ആദ്യം 3 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം 67 കോടി രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 2ാം ദിവസമായ വെള്ളിയാഴ്ച ചിത്രം 34,50,00,000 രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 3ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രം ആദ്യം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 136,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. 4ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടിയും കടന്ന് 160 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. ഇനി എമ്പുരാൻ എന്ന സിനിമയുടെ 4ാം ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്കും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്കും വരികയാണെങ്കിൽ 3ാം ദിവസമായി ഇന്നലത്തെ കളക്ഷനെ അപേക്ഷിച്ച് ഇന്ന് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 4ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ 6,66,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. 3ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 9 കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ കേരള ഗ്രോസ് വന്നിരുന്നെങ്കിൽ ഇന്നത് 10 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഏകദേശം 10 കോടി 11 കോടി റേഞ്ചിലാണ് ചിത്രത്തിന്റെ 4ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 31,50,00,000 എത്തപ്പെട്ട സിനിമ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം 43 കോടി 44 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം എമ്പുരാൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 3ാം ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 35 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെങ്കിൽ ഇന്നും അതിന് സമാനമായിട്ടുള്ള കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 136,50,00,000 എത്തപ്പെട്ട സിനിമ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടിയും കടന്ന് 160 കോടിയും കടന്ന് 170 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ഈ ആഴ്ചയോടെ തന്നെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 200 കോടിയിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.